രാജ്യത്തെ ആദ്യ ബുള്ളറ്റ് ട്രെയിനിന്റെ ഡിസൈൻ പുറത്തുവിട്ട ഇന്ത്യൻ റെയിൽവേ. ഏറെക്കാലമായി ആളുകൾ കാത്തിരുന്ന ഈ ഹൈസ്പീഡ് ട്രെയിൻ പദ്ധതിയുടെ പുതിയ ചിത്രമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. റെയിൽവേ മന്ത്രാലയത്തിന്റെ ആസ്ഥാനത്ത് ട്രെയിനിന്റെ ഡിസൈൻ പ്രദർശിപ്പിച്ചതോടെയാണ് ഈ വാർത്ത കൂടുതൽ ശ്രദ്ധ നേടിയത്. ഡൽഹിയിലെ റെയിൽവേ മന്ത്രാലയത്തിലെ ഗേറ്റ് നമ്പർ 4-ൽ ട്രെയിനിന്റെ ചിത്രം സ്ഥാപിച്ചിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. പുതിയ ബുള്ളറ്റ് ട്രെയിനിന്റെ രൂപകൽപ്പന വളരെ ആധുനികവും ആകർഷകവുമാണെന്നാണ് ആദ്യ പ്രതികരണങ്ങൾ. ഇന്ത്യയിലെ റെയിൽവേ യാത്രയിൽ വലിയ മാറ്റത്തിന് തുടക്കമാകുന്ന പദ്ധതിയാണ് ഇതിനെ കാണുന്നത്. മുംബൈക്കും അഹമ്മദാബാദിനും ഇടയിലായിരിക്കും രാജ്യത്തെ ആദ്യ ബുള്ളറ്റ് ട്രെയിൻ സർവീസ് നടത്തുക. ഏകദേശം 508 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഹൈസ്പീഡ് റെയിൽവേ പാതയിലൂടെയാണ് ട്രെയിൻ ഓടുക. ഈ പദ്ധതി മഹാരാഷ്ട്ര, ഗുജറാത്ത് എന്നീ പ്രദേശങ്ങളിലൂടെ കടന്നുപോകും. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗതാഗത പദ്ധതികളിൽ ഒന്നായാണ് മുംബൈ അഹമ്മദാബാദ് ഹൈസ്പീഡ് റെയിൽവേ പദ്ധതി വിലയിരുത്തപ്പെടുന്നത്. യാത്രാ സമയം ഗണ്യമായി കുറയ്ക്കുക എന്നതാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. സാധാരണ ട്രെയിനുകളിൽ മണിക്കൂറുകളെടുത്ത് സഞ്ചരിക്കേണ്ട ദൂരം വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ പൂർത്തിയാക്കാൻ ഈ ബുള്ളറ്റ് ട്രെയിനിലൂടെ സാധിക്കും. ഈ റൂട്ടിൽ ആകെ 12 സ്റ്റേഷനുകളാണ് ഉണ്ടാകുക. മുംബൈ, താനെ, വിരാർ, ബോയ്സാർ, വാപ്പി, ബിൽമോറ, സൂറത്ത്, ആനന്ദ്, അഹമ്മദാബാദ്, സബർമതി എന്നിവയാണ് പ്രധാന സ്റ്റേഷനുകൾ. ഗുജറാത്തിലെ 8 സ്റ്റേഷനിലെ പ്രാരംഭ ജോലികൾ ഇതിനകം തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ട്. വാപ്പി, ബിൽമോറ, സൂറത്ത്, ആനന്ദ്, വധേര, അഹമ്മദാബാദ്, സബർമതി എന്നിവിടങ്ങളിലാണ് ഈ ജോലികൾ പൂർത്തിയായത്. മഹാരാഷ്ട്രയിലെ താനെ, വീരാർ, ബോയ്സാർ എന്നിവിടങ്ങളിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടരുകയാണ്. മുംബൈയിലെ ബന്ദ്ര കുർല കോംപ്ലക്സ് അഥവാ BKC സ്റ്റേഷനിലെ വലിയ ഖനന ജോലികളും അവസാന ഘട്ടത്തിലാണെന്നാണ് അധികൃതർ അറിയിച്ചത്. ഭൂഗർഭ സ്റ്റേഷൻ ഉൾപ്പെടെയുള്ള വലിയ സംവിധാനങ്ങളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. പദ്ധതിയുടെ ഭാഗമായി നിരവധി പാലങ്ങളും നിർമ്മിക്കപ്പെടുന്നുണ്ട്. റൂട്ടിലെ 17 പാലങ്ങളുടെ നിർമ്മാണം ഇതിനകം തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഗുജറാത്തിലെ നർമ്മദ, താപ്പി, സബർമതി എന്നീ നദികൾക്ക് മുകളിലായി പ്രധാന പാലങ്ങളുടെ നിർമ്മാണം പുരോഗമിക്കുകയാണ്. ഇതിനു പുറമെ മഹാരാഷ്ട്രയിലും 4 പ്രധാന പാലങ്ങളുടെ നിർമ്മാണം നടക്കുകയാണ്. അതിവേഗ ട്രെയിനുകളുടെ സുരക്ഷിതവുമായ യാത്ര ഉറപ്പാക്കാൻ ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യയാണ് ഈ പാലങ്ങളിൽ ഉപയോഗിക്കുന്നത്. ബുള്ളറ്റ് ട്രെയിൻ പദ്ധതി മേക്കിംഗ് ഇന്ത്യ പദ്ധതിയുടെ ഭാഗമായാണ് നടപ്പാക്കുന്നത്. ഇന്ത്യയിൽ തന്നെ ട്രെയിനുകൾ നിർമ്മിക്കാനാണ് പദ്ധതി. ചെന്നൈയിലെ ഇന്റഗ്രൽ കോച്ച് ഫാക്ടറിയും ബംഗളൂരുവിലെ BEML ലിമിറ്റഡും ചേർന്നാണ് ട്രെയിൻ സെറ്റുകൾ നിർമ്മിക്കുന്നത്. മണിക്കൂറിൽ 280 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കാൻ കഴിയുന്ന രീതിയിലായിരിക്കും ട്രെയിനുകൾ രൂപകൽപ്പന ചെയ്യുക. ഇന്ത്യയിലെ റെയിൽവേ ചരിത്രത്തിൽ വലിയ മാറ്റമുണ്ടാക്കുന്ന വേഗമാണിത്. നിലവിലെ സാധാരണ ട്രെയിനുകളെ അപേക്ഷിച്ച് പല മടങ്ങ് വേഗത്തിലാണ് ബുള്ളറ്റ് ട്രെയിൻ ഓടുക. പദ്ധതിക്കായി ആവശ്യമായ ഭൂമി ഏറ്റെടുക്കൽ പൂർണ്ണമായും കഴിഞ്ഞതായി റെയിൽവേ അധികൃതർ അറിയിച്ചു. ഏകദേശം 1389.5 ഹെക്ടർ ഭൂമിയാണ് ഇതിനായി ഏറ്റെടുത്തത്. ജപ്പാന്റെ സാങ്കേതിക സഹായത്തോടെയാണ് പദ്ധതി നടപ്പാക്കുന്നത്. ബുള്ളറ്റ് ട്രെയിൻ രംഗത്ത് ലോകത്തിലെ ഏറ്റവും മികച്ച രാജ്യങ്ങളിലൊന്നാണ് ജപ്പാൻ. അവിടുത്തെ ഷിങ്കൻസെൻ ട്രെയിൻ സംവിധാനമാണ് ലോക പ്രശസ്തം. അതിന്റെ മാതൃകയിലാണ് ഇന്ത്യയിലെ ബുള്ളറ്റ് ട്രെയിൻ പദ്ധതി വികസിപ്പിക്കുന്നത്. എന്നാൽ ഇന്ത്യൻ സാഹചര്യങ്ങൾക്കും കാലാവസ്ഥയ്ക്കും അനുയോജ്യമായ രീതിയിൽ ചില മാറ്റങ്ങൾ പദ്ധതിയിൽ വരുത്തിയിട്ടുണ്ടെന്നാണ് അധികൃതർ പറയുന്നത്. ചൂട്, മഴ, പൊടി തുടങ്ങിയ ഇന്ത്യയിലെ കാലാവസ്ഥാ സാഹചര്യങ്ങൾ കണക്കിലെടുത്താണ് ട്രെയിനുകളുടെ രൂപകൽപ്പന. യാത്രക്കാരുടെ സുരക്ഷയ്ക്കും സൗകര്യത്തിനും വലിയ പ്രാധാന്യം നൽകിയിട്ടുണ്ട്. ആധുനിക സീറ്റുകൾ, വേഗതമേറിയ യാത്ര, കുറഞ്ഞ ശബ്ദം, മികച്ച സുരക്ഷാ സംവിധാനങ്ങൾ എന്നിവ ട്രെയിനിന്റെ പ്രത്യേകതകളായിരിക്കും. ഈ പദ്ധതി പൂർത്തിയാക്കുന്നതോടെ ഇന്ത്യയിലെ ഗതാഗത രംഗത്ത് വലിയ മാറ്റമുണ്ടാകുമെന്നാണ് വിലയിരുത്തൽ. പ്രത്യേകിച്ച് വ്യാപാര, വ്യാവസായിക മേഖലകൾക്ക് ഇത് വലിയ സഹായകമാകും. മുംബൈ, അഹമ്മദാബാദ് രാജ്യത്തെ പ്രധാന സാമ്പത്തിക കേന്ദ്രങ്ങളാണിത്. ഈ 2 നഗരങ്ങളെ അതിവേഗത്തിൽ ബന്ധിപ്പിക്കുന്നതിലൂടെ യാത്രാ വ്യാപാരവും കൂടുതൽ എളുപ്പമാകും. സാധാരണ ജനങ്ങൾക്കും ഈ പദ്ധതി വലിയ ആവേശമാണ് നൽകുന്നത്. ലോകത്തിലെ പല വികസിത രാജ്യങ്ങളിലും മാത്രം കണ്ടിരുന്ന ബുള്ളറ്റ് ട്രെയിൻ ഇനി ഇന്ത്യയിലും എത്തുന്നതാണ് ആളുകളെ ആകർഷിക്കുന്നത്. അതേസമയം പദ്ധതി ചെലവ്, ഭൂമി ഏറ്റെടുക്കൽ, പരിസ്ഥിതി പ്രശ്നങ്ങൾ തുടങ്ങിയ വിഷയങ്ങളിൽ നേരത്തെ വിമർശനങ്ങളും ഉയർന്നിരുന്നു. എന്നാൽ ദീർഘകാലത്തിൽ രാജ്യത്തിനെ വലിയ ഗുണം ചെയ്യുന്ന പദ്ധതിയാണിതെന്നാണ് റെയിൽവേയുടെ വിശദീകരണം. ഇന്ത്യയിലെ റെയിൽവേ ചരിത്രത്തിലെ ഏറ്റവും വലിയ സ്വപ്ന പദ്ധതികളിലൊന്നായി മാറുന്ന ബുള്ളറ്റ് ട്രെയിൻ പദ്ധതി പൂർത്തിയാക്കാൻ ഇനി അധികകാലം വേണ്ടി വരുന്നില്ല എന്നാണ് പ്രതീക്ഷ. പുതിയ ഡിസൈൻ പുറത്തു വന്നതോടെ പദ്ധതിയിലോടുള്ള ജനങ്ങളുടെ ആവേശവും കൂടുതൽ ഉയർന്നിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.